ഹായ് ഓൾ, വെൽക്കം ടു സയോറ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. സോ ഇലക്ട്രോ കെമിസ്ട്രി CSIR നെറ്റ് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നേൺസ്റ്റ് ഇക്വേഷൻ, റിഡോക്സ് സിസ്റ്റംസ്, ഇലക്ട്രോ കെമിക്കൽ സെൽസ്, ഡിബേ ഹക്കൽ തിയറി, ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ്, കോൾറാഷസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, അയണിക് ഇക്വിലിബ്രിയ, കണ്ടക്ടോമെട്രിക് ആൻഡ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസ്. ഇത്രയാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നേൺസ്റ്റ് ഇക്വേഷൻ, റിഡോക്സ് സിസ്റ്റം എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിന്റെ ബേസിക്സ് ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി എന്താണ്, സോ അതിൻ്റെ അകത്ത് കണ്ടക്ടൻസ് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നേൺസ്റ്റ് ഇക്വേഷൻ, റിഡോക്സ് സിസ്റ്റത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടുള്ളൂ. സോ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ റിയാക്ഷൻസും ഇലക്ട്രിക്കൽ എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി, അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ മെയിൻ ആയിട്ടും രണ്ട് രീതിയിൽ, അതായത് കെമിക്കൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്കൊരു സ്പോണ്ടേനിയസ്ലി നടക്കുന്ന റിയാക്ഷൻ, സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് വേറെ എക്സ്ട്രാ എനർജിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ആ റിയാക്ഷൻ നടക്കാൻ, അല്ലെ? സ്പോണ്ടേനിയസ്ലി നടക്കുകയാണ് ആ റിയാക്ഷൻ. അങ്ങനെ സ്പോണ്ടേനിയസ്ലി നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന എനർജി നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ നമ്മൾ ബാറ്ററി, അല്ലെ, നമ്മൾ ബാറ്ററി, ഫ്യൂവൽ സെൽസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്താ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററിയിൽ എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. ആ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ആ ഉണ്ടാവുന്ന എനർജീനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മളുടെ റിമോട്ട് ആയിക്കോട്ടെ, അല്ലെ, ബാറ്ററി, ഫ്യൂവൽ സെൽസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഫ്യൂവൽ സെൽസ്, ബാറ്ററി തുടങ്ങിയ കാര്യങ്ങൾ. ഇനി ഞാൻ പറഞ്ഞു, ഒരു സ്പോണ്ടേനിയസ്ലി എക്സ്ട്രാ എനർജി ഒന്നും ആവശ്യമില്ലാതെ നടക്കുന്ന ഒരു റിയാക്ഷന്റെ, സ്പോണ്ടേനിയസ് റിയാക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന കെമിക്കൽ എനർജിനെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനൊരു എക്സ്ട്രാ നമ്മളൊരു എക്സ്റ്റേണൽ എനർജി അപ്ലൈ ചെയ്യണം, അല്ലെ? ആ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എക്സ്റ്റേണൽ എനർജി നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ എക്സ്റ്റേണൽ എനർജി അപ്ലൈ ചെയ്തുകൊണ്ട്, അതായത് ഇലക്ട്രിക്കൽ എനർജിയുടെ രൂപത്തിൽ നമ്മൾ എക്സ്റ്റേണൽ എനർജി അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടത്തുകയാണ്. ഓക്കെ, അങ്ങനെ അതായത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ്. സോ ആ രീതിയിലുള്ള കൺവേർഷനും എവിടെ വരുന്നുണ്ട്, ഈ ഒരു ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ വരുന്നുണ്ട്. സപ്പോസ് നമുക്കറിയാം ഇലക്ട്രോളിസിസ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചില കോപ്പർ, അല്ലെ, അങ്ങനെയുള്ള മെറ്റലുകളുടെ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, ഒരു അൺപ്യുവർ ആയിട്ടുള്ള മെറ്റീരിയലിനെ പ്യുവർ ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇലക്ട്രോളിസിസ് മെത്തേഡ് നടത്തിക്കൊണ്ട് നമുക്ക് പ്യുവർ ആയിട്ടുള്ള മെറ്റൽസ് ലഭിക്കുന്നുണ്ട്. സോ ഇലക്ട്രോളിസിസ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ച് മെയിൻ ആയിട്ട് എന്താണ്, ഈ തരത്തില് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷന്റെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് നോൺ സ്പോണ്ടേനിയസ് ആയ ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാം. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, സോ ഇലക്ട്രോ കെമിസ്ട്രി പറയുമ്പോൾ തന്നെ നമ്മളൊരു എന്താ പറയാ, മെയിൻ ആയിട്ടും ഒരു കണ്ടക്ടേഴ്സ്, നമ്മളിപ്പം ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ബ്രാഞ്ച് പഠിക്കുമ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കറിയാം രണ്ട് തരത്തിൽ നമുക്ക് ഈ ഒരു കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദോസ് സബ്സ്റ്റൻസസ് വിച്ച് അലോ ദ ഇലക്ട്രിക് കറന്റ് ടു പാസ് ത്രൂ ദ, ഒരു മെറ്റീരിയൽ അത് ഇലക്ട്രിക് കറണ്ട് അതിലൂടെ പാസ് ചെയ്യാൻ, അല്ലെ, അതിന്റെ ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യാൻ അലോ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലുള്ള മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് പറയാം, കണ്ടക്ടേഴ്സ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഈ കണ്ടക്ടേഴ്സിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മെറ്റാലിക് കണ്ടക്ടേഴ്സ്, രണ്ടാമത്തത് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ്.
സോ എന്തായിരിക്കും ഈ ഒരു മെറ്റാലിക് കണ്ടക്ടേഴ്സും ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം? രണ്ടും കണ്ടക്ടേഴ്സ് തന്നെയാണ്, അതായത് രണ്ട് മെറ്റീരിയലും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. മെറ്റാലിക് കണ്ടക്ടേഴ്സ് നമുക്കറിയാം, നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ വയറിംഗ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ കേബിൾ ഇടും, അല്ലെ? ആ കേബിളിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കണക്ഷൻ കൊടുത്ത് കറണ്ട് ഒക്കെ പാസ് ചെയ്തു പോകുന്നത്. സോ ഈ ഒരു മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കണ്ടക്ട് കറണ്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മൊബൈൽ ഇലക്ട്രോൺസ്. നമ്മൾ മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഏത് സബ്സ്റ്റൻസ് ആണോ കറണ്ട് പാസ് ചെയ്ത് വിടുന്നത്, ആ സബ്സ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് പറയാം? കണ്ടക്ടേഴ്സ് എന്ന് പറയാം. മെറ്റാലിക് കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് കറണ്ടിനെ പാസ് ചെയ്യുന്നത്? കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മൊബൈൽ ഇലക്ട്രോൺസ്, അല്ലെ? നമ്മൾ മെറ്റൽസിൽ നമുക്ക് എന്ത് പറയാനുണ്ട്? ഈ ഒരു മൊബൈൽ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയുന്നു, അല്ലെ? ആ മൊബൈൽ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ്, അതായത് മൊബൈൽ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കാരണമാണ് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ട് കറണ്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അയോൺസ്, അല്ലെ? നമ്മളിപ്പോ ഒരു സൊല്യൂഷനില് സോഡിയം ക്ലോറൈഡ്, അല്ലെ, ഉപ്പെടുത്ത് നമ്മളൊരു വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? സോഡിയം പ്ലസ്, അല്ലെ, Na പ്ലസും Cl മൈനസും പോലെയുള്ള കാറ്റിയോണും ആനിയോണുമായി മാറുന്നുണ്ട്, അല്ലെ? Na പ്ലസ് Cl മൈനസ് പോലെയുള്ള കാറ്റിയോൺസും ആനിയോൺസും ആയിട്ട് മാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോൺസ് എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെയുള്ള അയോൺസിന്റെ പ്രസൻസിൽ, ആ അയോൺസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അയോൺസിന്റെ മൂവ്മെന്റിന്റെ ഫലമായിട്ട്, അതിന്റെ മൊബിലിറ്റിന്റെ ഫലമായിട്ട്, അയോണിക് മൊബിലിറ്റിന്റെ ഫലമായിട്ടാണ് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോ കെമിസ്ട്രിയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഏതാണ്? ഈ ഒരു ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷനിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ ഫലമായിട്ടുണ്ടാവുന്ന കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്തുകൊണ്ട് ഒരു നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുകയോ ചെയ്യുന്നതാണ് ശരിക്കും ഈ ഒരു ഇലക്ട്രോ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇലക്ട്രോ കെമിസ്ട്രി എന്ന ബ്രാഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ ഒക്കെ നടക്കുന്നത് എന്താണ്? കെമിക്കൽ റിയാക്ഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ? സോ ഒരു കെമിക്കൽ, ഇപ്പം ബാറ്ററി, ഫ്യൂൽ സെൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഫ്യൂൽ സെൽസിന്റെ അകത്ത് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ആ ഒരു കെമിക്കൽ എനർജീനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ബാറ്ററി, ക്ലോക്ക് പോലെ ഉള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ഇലക്ട്രോളിസിസിലേക്ക് വരികയാണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. സോ രണ്ടെടുത്താലും അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. സോ നമ്മൾക്ക് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ച് വരുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എവിടെയായിരിക്കും? ഈ ഒരു ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷനിലേക്കായിരിക്കും നമ്മളുടെ ഫോക്കസ് പോവുക. സോ എന്തൊക്കെയാണ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നതിനേക്കാൾ മുന്നേ ജസ്റ്റ് ഇവര് തമ്മിലുള്ള ഈ മെറ്റാലിക് കണ്ടക്ടേഴ്സും ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? കണ്ടക്ട് ഇലക്ട്രിസിറ്റി വിയ ഫ്രീ ഇലക്ട്രോൺസ്, അല്ലെ? അതിലുണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കൊണ്ടാണ് ഇലക്ട്രിസിറ്റി മെറ്റാലിക് കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സോ കണ്ടക്ട് ഇലക്ട്രിസിറ്റി വിയ അയോൺസ്. ആ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലുള്ള അയോൺസിന്റെ മൂവ്മെന്റിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ അയോൺസിന്റെ പ്രസൻസ് കാരണമാണ് ഇലക്ട്രിസിറ്റി ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ their conductivity decreases with temperature. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അവരുടെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു കണ്ടക്ടിവിറ്റി കുറയുന്നത് എന്ന് പറഞ്ഞാല്, അതായത് ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, നമ്മളൊരു മെറ്റാലിക് കണ്ടക്ടേഴ്സിലേക്ക് ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അവരുടെ കേണൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേണൽസിന്റെ വൈബ്രേഷൻ നടക്കും. എന്താണ് കേണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മൾ വാലൻസ് ഇലക്ട്രോൺ ഒഴിവാക്കി ബാക്കിയുള്ള നമ്മളുടെ ആ ഒരു ആറ്റത്തിന്റെ എന്താണ് ന്യൂക്ലിയസ് പ്ലസ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഈ കേണൽസ് എന്ന് പറയുന്നത്. സോ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഈ കേണൽസിന്റെ വൈബ്രേഷൻ കൂടുകയാണ്. അവരുടെ വൈബ്രേഷൻ കൂടുകയും ഈ ഫ്രീ ഇലക്ട്രോൺസുകൾ തമ്മിൽ, ഈ കേണൽസും തമ്മിൽ എന്ത് സംഭവിക്കാൻ തുടങ്ങും? കൊളീഷൻ നടക്കാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും, കണ്ടക്ടൻസ് ഡിക്രീസ് ചെയ്യും. സോ അതാണ്
മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ കണ്ടക്ടിവിറ്റി കൂട്ടുമ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ആവുന്നു എന്ന് പറയാനുള്ള റീസൺ എന്താണ്? റീസൺ നമ്മൾ മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവരുടെ കേണൽസിന്റെ വൈബ്രേഷൻ കൂടുകയും ആ കേണൽസും ഫ്രീ ഇലക്ട്രോൺസും തമ്മിൽ കൊളീഷൻ നടക്കുകയും റെസിസ്റ്റൻസ് കൂടുകയും അതിന്റെ ഫലമായിട്ട് കണ്ടക്ടിവിറ്റി കുറയുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ അകത്ത് ആരാണുള്ളത്? അയോൺസ് ആണുള്ളത്. സോ ഈ അയോൺസിന്റെ അയോണിക് മൊബിലിറ്റി കൂടും. അയോണിക് മൊബിലിറ്റി കൂടുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അവരുടെ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് പറയുകയാണെങ്കിൽ മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ദെൻ മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ വരികയാണെങ്കിൽ നോ കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ്. അവിടെ വേറെ ഒരു തരത്തിലുള്ള ഒരു കെമിക്കൽ ചേഞ്ചസും കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. കാരണം ആ മെറ്റലിന്റെ ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തു പോകുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? കെമിക്കൽ ചേഞ്ചും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നേരെ മറിച്ച് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ എന്താണ്? കെമിക്കൽ ഡീകമ്പോസിഷൻ ഒക്കേഴ്സ് അല്ലെ? സ്വാഭാവികമായിട്ടും ഒരു മോളിക്യൂള് ഡീകമ്പോസ് ചെയ്യാതെ അതിന്റെ അയോൺസ് ആയിട്ട് മാറാതെ അങ്ങനെ മോളിക്യൂൾ ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള കണ്ടക്ടൻസും അവിടെ നടക്കില്ല. അയോൺസ് അവിടെ ഇല്ല, ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് അവിടെ ഇല്ല. അങ്ങനെ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ഇല്ലാത്തിടത്തോളം കാലം അവർ എന്ത് സംഭവിക്കില്ല? ഒരു കണ്ടക്ടൻസും നടക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു മെറ്റീരിയലിന്റെ ഡീകമ്പോസിഷൻ നടന്ന് അവർ അയോൺസ് ആയി സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ നടക്കുന്നത്. സോ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല? കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കുന്നില്ല. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നോ മൂവ്മെന്റ് ഓഫ് മാറ്റർ ഇൻ ദ കേസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടേഴ്സ്. ഒരു മാറ്ററിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. നമ്മുടെ മെറ്റലിൽ ഉണ്ടാകുന്ന ഫ്രീ ഇലക്ട്രോൺസുകളുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഈ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ മെറ്റൽ ഇപ്പം ഒരു ഭാഗത്തു നിന്ന് കുറെ മെറ്റൽ ആറ്റംസ് നീങ്ങി അടുത്ത ഭാഗത്തേക്ക് പോയിട്ടൊന്നും അല്ല അവിടെ കണ്ടക്ഷൻ നടക്കുന്നത് അല്ലെ. സോ നമുക്കറിയാം, നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്യുന്നല്ലേ, അതിനകത്ത് എന്താണ്? ആ കോപ്പർ കേബിളിന്റെ ഉള്ളിൽ കോപ്പർ വയേഴ്സ് ഉണ്ടാവും. അതിലൂടെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഒരിക്കലും ഒരു വശത്തുനിന്ന് കോപ്പർ ആറ്റംസ് മുഴുവൻ നീങ്ങി അടുത്ത വശത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിനനുസരിച്ച് പോകുന്നുണ്ടോ? ഇല്ല. വയറിൽ ഉണ്ടാവുന്ന കോപ്പറിൽ ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നില്ല? ഒരു മാറ്ററിന്റെ മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ. നേരെ മറിച്ച് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മൂവ്മെന്റ് ഓഫ് അയോൺസ്. അയോൺസിന്റെ മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളുടെ ഇലക്ട്രോലൈറ്റ് എന്താവുന്നു? ഡീകമ്പോസ് ചെയ്ത് ചാർജ്ഡ് സ്പീഷീസ് ആയിട്ടുള്ള അയോൺസ് ആയിട്ട് മാറുന്നു. ആ അയോൺസിന്റെ മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് അവിടെ സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ. സോ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അയോൺസിന്റെ മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു മാറ്റർ ട്രാൻസ്പോർട്ട് അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് മെറ്റാലിക് കണ്ടക്ടേഴ്സും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ്. ഫസ്റ്റ് വൺ, ഫ്രീ ഇലക്ട്രോൺസ് ആണ് മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസും അവിടെ നടക്കുന്നില്ല. മാറ്ററിന്റെ മൂവ്മെന്റും മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ നടക്കുന്നില്ല. നേരെ മറിച്ച് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് അയോൺസിന്റെ പ്രസൻസിലാണ്. മെയിൻ ആയിട്ടും പറയുകയാണെങ്കിൽ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട്. മാറ്ററിന്റെ ട്രാൻസ്പോർട്ടും അവിടെ നടക്കുന്നുണ്ട്. സോ മെറ്റാലിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ നമുക്കറിയാം. മെറ്റൽസ് ലൈക്ക് കോപ്പർ, അലുമിനിയം ഒക്കെ മെറ്റാലിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഗ്രാഫൈറ്റ് മെറ്റാലിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. മെറ്റാലിക് കണ്ടക്ടേഴ്സ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് സൊല്യൂഷൻസ് ഓഫ് ആസിഡ്സ്, ബേസസ്, സാൾട്ട്, മോൾട്ടൺ സാൾട്ടുകൾ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്?
ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. സോ മെയിൻ ആയിട്ടും ഞാൻ പറഞ്ഞു നമ്മളുടെ ഫോക്കസ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൽ നമ്മളുടെ ഫോക്കസ് എങ്ങോട്ടേക്കായിരിക്കും പോവുക? ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിലായിരിക്കും പോവുക. ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്ത് വിടുന്ന അല്ലെ, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള കണ്ടക്ടേഴ്സ് നമ്മൾ നോക്കി. ഈ കണ്ടക്ടേഴ്സ് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് അറിയാം എന്താണ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് കണ്ടക്ടൻസിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുന്നേ നമുക്ക് അറിയേണ്ടതാണ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിൻഡ്രൻസ് ടു ദി ഫ്ലോ ഓഫ് കറണ്ട് പാസ് ചെയ്ത് പോകാനുള്ള ആ ഒരു ഹിൻഡ്രൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഹിൻഡ്രൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഒരു മെറ്റീരിയലിലൂടെ, ഒരു സബ്സ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്ത് പോവാനുള്ള ആ ഒരു ഹിൻഡ്രൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് റെസിസ്റ്റൻസ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ലെങ്ത് കൂടുതലുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അതിന് റെസിസ്റ്റൻസും എന്താണ്? കൂടുതലായിരിക്കും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിന് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. സിംപിളി ചിന്തിച്ചു നോക്കുക. ഒരു പൈപ്പ്, നല്ല നീളമുള്ള ഒരു പൈപ്പ്, രണ്ടാമത്തെ പൈപ്പിന് അത്രയും നീളമല്ല, അതിന്റെ പകുതി നീളമുള്ളൂ. നമ്മളൊരു കുറച്ച് വെള്ളം സെയിം ഫോഴ്സിൽ കൊടുക്കുകയാണെങ്കിൽ ആദ്യം വെള്ളം എവിടെ എത്തും? നീളം കുറഞ്ഞ പൈപ്പിലൂടെ ഫസ്റ്റ് വെള്ളം എത്തും. അതിന് ശേഷമായിരിക്കും നീളം കൂടിയ പൈപ്പിലേക്കൂടെ വെള്ളം വരുന്നുണ്ടാവുള്ളൂ, അല്ലെ? എന്തുകൊണ്ടാണ്? നീളം കൂടുന്നതിനനുസരിച്ച് ആ വരാനുള്ള ടൈം, ആ ഒരു റെസിസ്റ്റൻസ് കൂടുതൽ, ആ ഒരു ജസ്റ്റ് കൺസെപ്റ്റ് എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ നീളം കൂടുകയാണ്, ലെങ്ത് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലാണ്. ഓക്കെ, ഇനി സെയിം ലെങ്ത് ഉള്ള രണ്ട് പൈപ്പ്, പക്ഷെ ഒരു പൈപ്പിന് നല്ല വീതിയുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നല്ലോണം ഉണ്ട്, മറ്റേത് നല്ല കുടുങ്ങി കിടക്കുകയാണ് എന്നുള്ള രീതിയിൽ എടുക്കുക. പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് വെള്ളം ഇതിലൂടെ ആയിരിക്കും ഫ്ലോ ചെയ്യുക, നല്ല ഏരിയ ഉള്ള ഒരു ഇതിലൂടെ ആയിരിക്കും വെള്ളം മൂവ് ചെയ്യുക, അല്ലെ, പൈപ്പിലൂടെ. ഇപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്തായി? കുറഞ്ഞു. സോ റെസിസ്റ്റൻസിന്റെ എന്താണ് ഇക്വേഷൻ, അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ലെങ്ത് ഓഫ് ക്രോസ് സെക്ഷനും ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണിത്. റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ നമ്മൾ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് വരുന്നത്. R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ A. ഓക്കെ, സോ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് റോ എന്ന് പറയുന്നത്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് റോയിനെ നമുക്ക് എന്ത് പറയാം? റോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്പെസിഫിക് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നു നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ. ഓക്കെ, ഒരു സബ്സ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്യാനുള്ള ഹിൻഡ്രൻസിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മൾ എടുക്കുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത് റോ, ദാറ്റ് ഈസ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്നും കൂടെ പറയാറുണ്ട്. ഇനി എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ സബ്സ്റ്റൻസ്, നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിന്റെ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും 1 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും 1 യൂണിറ്റ് ആണ് വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലിന്റെ സ്ഥാനത്ത് എന്തായി മാറും? അപ്പൊ റെസിസ്റ്റൻസ് എന്തായി മാറും? R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ A ആണ്. ലെങ്തും 1 യൂണിറ്റ് ആണ്,
ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും 1 ആണ്. 1/1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? റോ വന്നു അല്ലെ? അതായത് നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിന്റെ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും 1 യൂണിറ്റ് ആയിട്ട് വരുന്ന ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ആ സബ്സ്റ്റൻസിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിന്റെ ലെങ്ത് 1 സെന്റിമീറ്ററും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ് 1 സെന്റിമീറ്റർ സ്ക്വയറും ആണെങ്കിൽ ആ എടുക്കുന്ന സബ്സ്റ്റൻസിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അതാണ് അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇനി ഈ ഒരു ഏരിയയിൽ നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു കാര്യം, മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യം റെസിസ്റ്റൻസിന്റെയും റെസിസ്റ്റിവിറ്റിയുടെയും യൂണിറ്റ്. കാരണം ഒരു CSIR ക്വസ്റ്റ്യൻ അല്ല, IIT ജാമില് ഈ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ അല്ല, നമ്മൾ ഇനി തുടരെ വരുന്ന ഇക്വലന്റ് കണ്ടക്ടൻസ് അതിന്റെയൊക്കെ യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ് അല്ലെ? ഓക്കെ, റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം സെന്റിമീറ്റർ. സോ ഇത്രയാണ് മെയിൻ ആയിട്ടും റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ് എന്നുള്ളത്. ഇനിയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആള് വരുന്നത് കണ്ടക്ടൻസ് അല്ലെ? സോ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. സോ കണ്ടക്ടൻസ്, ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഇസ് ഡ്യൂ ടു അയോൺ മൈഗ്രേഷൻ അല്ലെ? ഒരു എന്താ പറയാ, നമ്മളുടെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഇൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഡ്യൂ ടു അയോൺ മൈഗ്രേഷൻ ആണ് അല്ലെ? ഏതിന്റെ കേസില്? ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ, ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ. ഓക്കെ, ദെൻ ഡ്യൂ ടു ഇലക്ട്രോൺസിന്റെ ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിലോ? ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിൽ അതെന്താണ്? മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞു. മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞു. ഇനി കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഇലക്ട്രിസിറ്റി കണ്ടക്ഷൻ നടക്കുന്നുണ്ട് അതല്ലേ? അപ്പൊ കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കണ്ടക്ടൻസ് ഈസ് ദ ഈസ് വിത്ത് വിച്ച് ദ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെ ആ കറണ്ട് എത്രത്തോളം ഈസി ആയിട്ട്, എത്ര നല്ല ഈസിനെസ്സിൽ പോകുന്നുണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കണ്ടക്ടൻസ്. മനസ്സിലായില്ലേ? റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടൻസ്. ഒരു സബ്സ്റ്റൻസിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഹിൻഡ്രൻസ് ആയിരുന്നു റെസിസ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഈസ്നെസ്, ആ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന്റെ ഈസ്നെസ് ആണ് എന്ത്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. സോ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു? റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. കണ്ടക്ടൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് G എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ്. G ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 1/ρ ഇൻറ്റു A/L എന്ന് കൊടുക്കാം അല്ലെ? റോയിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/ρ, L/Aയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് A/L. ഓക്കെ, അങ്ങനെയാണ് G ഈസ് ഈക്വൽ ടു എന്ത് വന്നു? കണ്ടക്ടൻസ് G ഈസ് ഈക്വൽ ടു 1/ρ ഇൻറ്റു A/L എന്ന് വന്നു. ഓക്കെ, ഇനി ഈ ഒരു റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? സാധാരണഗതിയിൽ നമ്മൾ ഓം ആണ് പറഞ്ഞത് അല്ലെ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആയിരുന്നു. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് നമ്മൾ റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലെ? കണ്ടക്ടൻസിന് നമുക്ക് എന്താ പറയാം? G ഈസ് ഈക്വൽ ടു 1/R ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പം 1/ρ അല്ലെങ്കിൽ 1/Ω അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. നോർമലി റെസിസ്റ്റൻസിന്റെ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് പറയുന്നത് സീമൻ ആണ് കേട്ടോ. സീമൻ ആണ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ്, അല്ലെങ്കിൽ ഓം ഇൻവേഴ്സും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, നമുക്ക് കിട്ടിയിരിക്കുന്നത് G ഈസ് ഈക്വൽ ടു എന്ത് വന്നിരിക്കുന്നുണ്ട്? G ഈസ് ഈക്വൽ ടു 1/ρ ഇൻറ്റു A/L അല്ലെ? 1/ρ ഇൻറ്റു
A/L ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ 1/ρ കണ്ടില്ലേ, ഈ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് 1/ρ എന്ന് പറയുന്നത്. സോ 1/ρനെയാണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കാപ്പ. G is equal to kappa into A/L. Conductance is equal to specific conductance into A/L. അതായത് സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി. കാപ്പേനെ നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് കൂടെ പറയാറുണ്ട്. കണ്ടക്ടിവിറ്റി. ഓക്കെ, സ്പെസിഫിക് കണ്ടക്ടൻസിന്റെ എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്? റെസിസ്റ്റിവിറ്റിയുടെ അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. ഓക്കെ, ഇവിടെയും നോക്കാം എന്തായിരിക്കും അപ്പൊ കാപ്പ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ ഈ ഒരു മെറ്റീരിയലിന്റെ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിന്റെ എന്താണ് ഈ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 സെന്റിമീറ്റർ സ്ക്വയറും ലെങ്ത് 1 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 സെന്റിമീറ്റർ സ്ക്വയറും ലെങ്ത് 1 സെന്റിമീറ്ററും ആയി വരുമ്പോ നമുക്ക് കിട്ടുന്ന കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്ത് വരും? G is equal to kappa into 1/1 അല്ലെ? ദാറ്റ് ഈസ് G is equal to kappa. നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്ത്തും എന്തായി വരികയാണ്? യൂണിറ്റ് ആയിട്ട് വരികയാണ്. യൂണിറ്റ് മെഷർമെന്റിൽ വരികയാണെങ്കിൽ ആ മെറ്റീരിയലിന്റെ കണ്ടക്ടൻസിനെ പറയുന്ന പേരാണ് എന്ത്? സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി. സ്പെസിഫിക് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് സീമൻ മീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, സോ അതാണ് മെയിൻ ആയിട്ടും വരുന്ന സ്പെസിഫിക് കണ്ടക്ടൻസ് എന്താണ്, കണ്ടക്ടൻസ് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ് തുടങ്ങിയ കാര്യം മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഒരു മെറ്റീരിയൽ എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന് കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന്റെ ഹിൻഡ്രൻസിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഒരു യൂണിറ്റ് ലെങ്തുമുള്ള മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റൻസിലൂടെ കറണ്ട് എത്ര നല്ല രീതിയിൽ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതിനാണ് കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. ഈ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കണ്ടക്ടൻസിന്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു, സീമൻ അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാം. റെസിസ്റ്റൻസ് സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് എന്ത്? സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഒരു യൂണിറ്റ് ലെങ്തുമുള്ള മെറ്റീരിയലിന്റെ കണ്ടക്ടൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞിരിക്കുന്നതൊക്കെ എടുക്കുമ്പോൾ അതായത് റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, കണ്ടക്ടൻസ് പറഞ്ഞു, സ്പെസിഫിക് റെസിസ്റ്റൻസ് പറഞ്ഞു, സ്പെസിഫിക് കണ്ടക്ടൻസ് പറഞ്ഞു, അതിന്റെ ഒക്കെ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു ടേമുകളിൽ എവിടെയെങ്കിലും ഒരു കോൺസെൻട്രേഷന്റെ ടേം വന്നിട്ടുണ്ടോ? ഒരു കോൺസെൻട്രേഷൻ, നമ്മൾ കോൺസെൻട്രേഷൻ ടേം എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് നോർമാലിറ്റി, മൊളാലിറ്റി തുടങ്ങിയ നമ്മൾ അല്ലെ പലതരത്തിലുള്ള കോൺസെൻട്രേഷൻ ടേമുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടേം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വന്നോ? ആകെ വന്നിരിക്കുന്നത് ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെ, സ്പെസിഫിക് റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്, റെസിസ്റ്റൻസ് തുടങ്ങിയതല്ലാതെ ഒരു തരത്തിലുള്ള ഒരു കോൺസെൻട്രേഷൻ ടേമും ഈ പറഞ്ഞിരിക്കുന്ന ടേമുകളിൽ ഒന്നും വന്നിട്ടില്ല. അതായത് ഈ ഒരു കണ്ടക്ടൻസ്, സ്പെസിഫിക് കണ്ടക്ടൻസ് തുടങ്ങിയ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് തുടങ്ങിയ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിലായിരിക്കും. അവിടെ ഒരു തരത്തിലുള്ള മാസ് ട്രാൻസ്പോർട്ടോ അങ്ങനത്തെ ഒരു കെമിക്കൽ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും അവിടെ നടക്കുന്നില്ല. കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് അവിടെ ഇൻവോൾവ് ചെയ്യുന്നില്ല അല്ലെ. നേരെ മറിച്ച് നമ്മൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജസ്റ്റ് ഒരു മെറ്റൽ എന്നുള്ള രീതിയിൽ അവർ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അവിടെ ഒരു കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട്, അവിടെ ഒരു മാസ് ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടേമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ഏരിയ ആണ് ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസ് എന്ന് പറയുന്നത്.
സോ നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ മോൾട്ടൺ സാൾട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, അവരുടെ കണ്ടക്ടൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വരണം? ഒരു കോൺസെൻട്രേഷൻ ടേം അവിടെ കയറിയിരിക്കണം, അല്ലെ? ആ ഒരു കോൺസെൻട്രേഷൻ ടേമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം എടുക്കുന്ന സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു നമ്മൾ 1 മോളാർ സോഡിയം ക്ലോറൈഡും എടുക്കുന്നുണ്ട്, NaCl എടുക്കുന്നുണ്ട്, 2 മോളാർ NaCl എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. 1 മോളാർ NaClന്റെ അതേ കണ്ടക്ടൻസ് ആയിരിക്കുമോ 2 മോളാർ NaCl ഉണ്ടാവുക? അല്ല, അല്ലെ? എന്താ കാരണം? നമ്മൾ എടുക്കുന്ന ആ ഒരു NaClന്റെ കോൺസെൻട്രേഷൻ അതിന്റെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ കോൺസെൻട്രേഷനുമായിട്ട് വളരെ എന്താണ് ബന്ധമുള്ളതല്ലേ? നമ്മൾ എത്രത്തോളം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രത്തോളം കണ്ടക്ടൻസ് അതിന് ഉണ്ടാവും. കാരണം ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിന്റെ കാരണം അതിൻ്റെ അകത്ത് പ്രസന്റ് ആയിട്ടുള്ള അയോൺസ് ആണ് മെയിൻ ആയിട്ടും. മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ പോലെയല്ല. ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിന്റെ കാരണക്കാരൻ അതിൽ പ്രസന്റ് ആയിട്ടുള്ള ആ സൊല്യൂഷനിൽ പ്രസന്റ് ആയിട്ടുള്ള അതിൻ്റെ അകത്തുള്ള അയോൺസ് ആണ്. സോ ആ അയോൺസിന്റെ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ. സോ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടക്ടൻസ്, സ്പെസിഫിക് കണ്ടക്ടൻസ്, റെസിസ്റ്റൻസിന്റെ ടേമിലൊന്നും ഈ പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ ടേമും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, വന്നിട്ടില്ല. അതൊക്കെ മെയിൻ ആയിട്ട് മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടൻസും റെസിസ്റ്റൻസും ഒക്കെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ആരെ കൂടെ വേണം? കോൺസെൻട്രേഷൻ ടേം അടങ്ങിയിരിക്കുന്ന കണ്ടക്ടൻസും കാര്യങ്ങളുമാണ് നമുക്ക് വേണ്ടി വരിക. സോ അവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ടും വരുന്നത് ഇക്വലന്റ് കണ്ടക്ടൻസ്, മോളാർ കണ്ടക്ടൻസ് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, സോ ഇക്വലന്റ് കണ്ടക്ടൻസ് അല്ലെങ്കിൽ മോളാർ കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇക്വലന്റ് കണ്ടക്ടൻസ് അല്ലെങ്കിൽ മോളാർ കണ്ടക്ടൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും അവിടെ ഒരു കോൺസെൻട്രേഷൻ ടേം കയറി വരുമെന്ന് പറഞ്ഞു, അല്ലെ? സോ ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടിങ് പവർ ഓഫ് ഓൾ അയോൺസ് ഫ്രം 1 gram ഇക്വലന്റ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ സൊല്യൂഷൻ. അതായത് നമ്മൾ 1 gram ഇക്വലന്റ് ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കുന്നത്. 1 gram ഇക്വലന്റ് ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യും? അതൊരു സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അയോൺസ് അത് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന അയോൺസിന്റെ എല്ലാത്തിന്റെയും കണ്ടക്ടിങ് ഓവറോൾ കണ്ടക്ടിങ് പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ടക്ടിങ് പവർ ഓഫ് ഓൾ അയോൺസ് ഫ്രം 1 gram equivalent of an electrolyte in solution. ഓക്കെ, 1 gram equivalent ഇലക്ട്രോലൈറ്റ്. സപ്പോസ് നമ്മളിപ്പോ NaCl ആണ് നമ്മളുടെ ഇലക്ട്രോലൈറ്റ് എന്ന് വിചാരിക്കുക. NaCl ആണ് നമ്മൾ സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1 gram NaCl എടുത്തിട്ട് നമ്മൾ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യാണ്. 1 gram equivalent NaCl ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ 1 gram equivalentന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Na+ഉം Cl- അയോൺസും ആ സൊല്യൂഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ ആണല്ലോ? അങ്ങനെ 1 gram ഇക്വലന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള NaClന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അയോൺസ് അവിടെ പ്രിപ്പയർ ചെയ്തു, ഉണ്ടായി. Na+ഉം Cl- അയോൺസ് അവിടെ ഉണ്ടായി. ഈ അയോൺസിന്റെ ഫലം അവരെന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമല്ലോ. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു കണ്ടക്ടിങ് പവർ ഓഫ് ഓൾ അയോൺസ്, അല്ലെ? ഈ ഒരു 1 gram ഇക്വലന്റ് ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ കണ്ടക്ടിങ് പവറിനെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്? ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. സോ ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ ഇക്വേഷൻസ് നോക്കി വെക്കുക. Lambda equivalent is equal to kappa into 1000 divided by normality. Okay, so K എന്ന് പറയുന്ന കാപ്പ എന്ന് പറയുന്നത് സ്പെസിഫിക് കണ്ടക്ടൻസ് ആണ് കേട്ടോ. സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ആണ് എന്ത്? ഈ കാപ്പ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ എന്ത് വന്നു? കാപ്പ മാത്രമല്ല കയറി വന്നിട്ടുള്ളത്. ഈ നോർമാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസെൻട്രേഷൻ ടേം അല്ലേ? സോ നമ്മൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എന്ത് വന്നു? കോൺസെൻട്രേഷൻ ടേം അവിടെ കയറി വരണം എന്ന് ഞാൻ പറഞ്ഞു. സോ നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 1 gram ഇക്വലന്റ് ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ കണ്ടക്ടിങ് പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ യൂണിറ്റും കൂടെ നിങ്ങൾ നോക്കി വെക്കണം. ഇക്വലന്റ് കണ്ടക്ടൻസ് ലാംഡ ഇക്വലന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമൻ മീറ്റർ സ്ക്വയർ ഇക്വലന്റ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, സീമൻ മീറ്റർ സ്ക്വയർ ഇക്വലന്റ് ഇൻവേഴ്സ് ആണ് ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ്. ഈ ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളത് IIT ജാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് എടുത്ത് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു, മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ പോലെ നമുക്ക് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ പ്രസന്റ് ആയിട്ടുള്ള അയോൺസിന്റെ ബേസ് ചെയ്തിട്ടാണ്. സോ അയോൺസിന്റെ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമുക്ക് അവരുടെ കണ്ടക്ടൻസും കാര്യങ്ങളും പറയണമെങ്കിൽ വേണ്ടുന്നത് ഈ ഇക്വലന്റ് കണ്ടക്ടൻസ് ആണ്. ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ടക്ടിങ് പവർ ഓഫ് ഓൾ അയോൺസ് ഫ്രം 1 gram ഇക്വലന്റ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ നമ്മൾ 1 gram ഇക്വലന്റ് ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്തു. ആ 1 gram ഇക്വലന്റ് ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് അതിന്റെ അയോൺസ് ആയിട്ട് മാറുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ കണ്ടക്ടിങ് പവർ ആണ് എന്ത് പറയുന്നത്? ഇക്വലന്റ് കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വലന്റ് കണ്ടക്ടൻസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ നോർമാലിറ്റി. ആൻഡ് ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമൻ മീറ്റർ സ്ക്വയർ ഇക്വലന്റ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് മോളാർ കണ്ടക്ടൻസ്. നമ്മൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലേക്ക് 1 gram ഇക്വലന്റ് ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്തപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത അയോൺസിന്റെ കണ്ടക്ടിങ് പവറിനെയാണ് നമ്മൾ ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞതെങ്കിൽ 1 mole ഇലക്ട്രോലൈറ്റ് നമ്മൾ സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യുകയാണ്. 1 mole ഇലക്ട്രോലൈറ്റ് എടുത്ത് നമ്മൾ സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യുന്നു. NaCl സോഡിയം ക്ലോറൈഡിന്റെ 1 mole ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. നമ്മൾ സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യുന്നു. ആ ഡിസോൾവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അയോൺസ് അല്ലെ, ഇത് NaCl എടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ എന്തായാലും Na+ Cl- ആയിട്ടുള്ള അയോൺസ് ആയിട്ട് മാറും. 1 mole ഇലക്ട്രോലൈറ്റ് ഒരു സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്ത് അതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ കണ്ടക്ടിങ് പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. സോ മോളാർ കണ്ടക്ടൻസ് വരുമ്പോൾ കോൺസെൻട്രേഷൻ ടേം എന്തായിരിക്കും? മൊളാരിറ്റി ആയിരിക്കും അല്ലെ. സോ മോളാർ കണ്ടക്ടൻസ് ലാംഡ M ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. അതുപോലെ തന്നെ ലാംഡ എമ്മിന്റെ ഇക്വലന്റ് മോളാർ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നതും കൂടെ നോക്കി വെക്കുക. സീമൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. നേരത്തെ എന്തായിരുന്നു? സീമൻ മീറ്റർ സ്ക്വയർ ഇക്വലന്റ് ഇൻവേഴ്സ് ആയിരുന്നു. ഓക്കെ, സോ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ വരുമ്പോൾ പറയാനുള്ളത്. മനസ്സിലായില്ലേ? സോ ഇത്രയും നിങ്ങൾ നോക്കി വെക്കുക. അതായത് ഇപ്പം നോർമലി ഉള്ള കണ്ടക്ടൻസ്, റെസിസ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊരു മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിലാണ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ കണ്ടക്ടൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ, കാരണം അയേൺസിന്റെ പ്രസൻസ് കൊണ്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ടേംസ് എന്താണ് നമ്മൾ ഉൾപ്പെടുത്തണം. ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ 1 gram ഇക്വലന്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ കണ്ടക്ടിങ് പവറിനെയാണ് നമ്മൾ ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 mole ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ കണ്ടക്ടിങ് പവറിനെയാണ് നമ്മൾ എന്ത് പറയുക? മോളാർ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മോളാർ കണ്ടക്ടൻസ് എന്താണ്, ഇക്വലന്റ് കണ്ടക്ടൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം മൊളാരിറ്റി ടേംസിലാണ് നിങ്ങൾക്ക് തരുന്നെങ്കിൽ നിങ്ങളോട് മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കാനായിരിക്കും പറയുക അല്ലെ. അപ്പം മോളാർ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 1 mole, ഇപ്പം 1 mole NaCl, 1 mole KCl, ഓക്കെ, ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ അല്ലെ. 1 mole NaCl തന്നെ ആയിരിക്കും 1 mole KCl വരുമോ? അല്ല. അപ്പൊ 1 mole NaCl എടുത്തു നമ്മളൊരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തു. 1 mole NaCl പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ കണ്ടക്ടിങ് പവറിനെയാണ് നമ്മൾ എന്ത് പറയാ? അതിന്റെ മോളാർ കണ്ടക്ടൻസ് എന്ന് പറയാം. ഇനി നമ്മൾ 1 ഇക്വലന്റ് NaCl, 1 ഇക്വലന്റ് gram NaCl ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിലോ അതിന്റെ അതെടുത്തിട്ട് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് കണ്ടക്ടൻസ് നോക്കുകയാണ്. അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന കണ്ടക്ടൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. അതായത് ഇതിന്റെ ഇനി ഈ മോളാർ കണ്ടക്ടൻസും ഇക്വലന്റ് കണ്ടക്ടൻസും ഡൈല്യൂഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇതിന് എന്താണ് ഒരു എഫക്റ്റ് വരുന്നത് എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. സോ കണ്ടക്ടൻസും ഡൈല്യൂഷനും
ഓക്കെ, നമ്മൾ ഇത്ര നേരം നമ്മൾ കണ്ടക്ടൻസ് എന്താണെന്നുള്ളത് പഠിച്ചു, റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി, റെസിസ്റ്റിവിറ്റി നമ്മൾ നോക്കി, കണ്ടക്ടിവിറ്റി നമ്മൾ നോക്കി, ഇക്വലന്റ് കണ്ടക്ടൻസ് നമ്മൾ നോക്കി, മോളാർ കണ്ടക്ടൻസ് നമ്മൾ നോക്കി. ഇനി ഈ ഇതൊക്കെ, അതായത് കണ്ടക്ടൻസ് നമ്മളുടെ ഡൈല്യൂഷൻ അനുസരിച്ച് എങ്ങനെയാണ് വേരി ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. കാരണം അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോൾറാഷ്യസ് ലോയിലേക്കും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ബിഹേവിയറിനൊക്കെ വ്യത്യാസമുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിന് മുന്നോടിയായിട്ട് ഒരു മെറ്റീരിയലിന്റെ നമ്മൾ മെറ്റീരിയലിനെ ഡൈല്യൂട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ അതിന് കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണ്. അങ്ങനെ കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ ആ മെറ്റീരിയലിന്റെ കണ്ടക്ടൻസിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ഈ കണ്ടക്ടൻസ് ആൻഡ് ഡൈല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ പഠിക്കാൻ പോകുന്നത്. അത് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ ഒരു ഇലക്ട്രോലൈറ്റുകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നും. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇലക്ട്രോലൈറ്റുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളി ഇത്രേ ഉള്ളൂ, ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ, ആ ഒരു ഇലക്ട്രോലൈറ്റിനെ നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യുകയാണ്. അതിന്റെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു സൊല്യൂഷനിലേക്ക് അത് 100% ബ്രേക്ക് ഡൗൺ ആയിട്ട് അതിന്റെ അയോൺസ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണ്. വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പം Na+ഉം Cl- അയോൺസ് ആയിട്ടായിരിക്കും പിന്നെ അത് ആ വാട്ടറിൽ ഉണ്ടാവുക. ഒരു മോളിക്യൂള് പോലും സോഡിയം ക്ലോറൈഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണ്. ഓക്കെ, NaCl എടുത്ത് നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിട്ടാണ് മാറുന്നത്? Na+Cl- അയോൺസ് ആയിട്ടാണ് അവിടെ മാറുന്നത്. ഒന്നുപോലും NaCl ആയിട്ട് അവിടെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല സൊല്യൂഷനിൽ. കംപ്ലീറ്റ് 100% മോളിക്യൂൾ എന്ത് ചെയ്യാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അതിന്റെ അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl നമ്മൾ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പം H+ അയോൺസും Cl- അയോൺസും ആയിട്ട് അത് 100% ഡിസോസിയേഷൻ ആണ്. അതിൽ ഒരു മോളിക്യൂള് പോലും HCl ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല, കംപ്ലീറ്റ് അയോൺസ് ആയിരിക്കും പിന്നെ ആ സൊല്യൂഷനിൽ ഉണ്ടാവുക. സോ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അല്ലെ, എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ബ്രേക്സ് ഡൗൺ ഇൻ ടു ഇറ്റ്സ് അയോൺസ്. 100% ഡിസോസിയേഷൻ അവിടെ നടക്കുന്നു. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് തന്നെ സ്ട്രോങ് ആസിഡ്സ് ഉണ്ട്, സ്ട്രോങ് ബേസസ് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള സാൾട്ടുകൾ ഉണ്ട്. ഓക്കെ, സ്ട്രോങ് ആസിഡുകൾക്ക് എക്സാമ്പിൾ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയവര്. സ്ട്രോങ് ബേസസിന് എക്സാമ്പിൾ ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ലിഥിയം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ ആൾക്കാര്. ഇനി സ്ട്രോങ് ആയിട്ടുള്ള സോൾട്ടുകൾക്ക് എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ് തുടങ്ങിയ ആൾക്കാർ. മനസ്സിലായില്ലേ? ഇവരെയൊക്കെ എടുത്ത് നമ്മൾ അവരുടെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോലൈറ്റിൽ അവരെന്തായിരിക്കും? 100% ഡിസോസിയേഷൻ നടന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരാള് പോലും മോളിക്യൂൾ ഇപ്പൊ NaCl എടുത്തിട്ടുണ്ടെങ്കിൽ NaCl എടുത്ത് ഞാനൊരു വെള്ളത്തിൽ ആക്കി, അല്ലെങ്കിൽ NaOH എടുത്ത് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടു, Na+OH- അയോൺസ് പിന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. NaOH ആയിട്ട് ഒരു മോളിക്യൂളും അവരുടെ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാരണം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കണ്ടക്ടൻസിന്റെയും കണ്ടക്ടിവിറ്റിന്റെയും ഇക്വലന്റ് കണ്ടക്ടൻസിന്റെയും മോളാർ കണ്ടക്ടൻസിന്റെ ഒക്കെ വേരിയേഷൻ സെയിം അല്ല, ഡിഫറെന്റ് ആണ് വരുന്നത്. അതെന്തുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് ഈ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താണ്, വീക്ക് ഇലക്ട്രോലൈറ്റ് കൺസെപ്റ്റ് എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. എന്താണ്? നമ്മൾ ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്ത് ചെയ്യും? ഒരു സൊല്യൂഷനിലേക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 100% അതിന്റെ അയോൺസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു പോകും. അപ്പൊ എന്തായിരിക്കും വീക്ക് ഇലക്ട്രോലൈറ്റ്? എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ഓൺലി പാർഷ്യലി. പാർഷ്യൽ ആയിട്ടുള്ള ഒരു അയനൈസേഷൻ മാത്രമേ, ഡിസോസിയേഷൻ മാത്രമേ വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അസറ്റിക് ആസിഡ്, അല്ലെ, CH3COOH ഒരു വീക്ക് ആസിഡ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് വീക്ക് ആസിഡ് ആയിട്ട് പറയാറുള്ളത്? CH3COOH എടുത്ത് നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് CH3COO- H+ അയോൺസും ആയിട്ടായിരിക്കും അവർ ഡിസോസിയേറ്റ് ചെയ്യുക. പക്ഷേ കംപ്ലീറ്റ് നമ്മൾ എടുക്കുന്ന കംപ്ലീറ്റ് അസറ്റിക് ആസിഡ് എന്തായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോവില്ല?
CH3COO മൈനസും H പ്ലസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകില്ല. അതായത് ആ ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ആരൊക്കെ ഉണ്ടാവും? CH3CO മൈനസ് അയോൺസ് ഉണ്ടാവും, H പ്ലസ് അയോൺസ് ഉണ്ടാവും, കൂടാതെ കുറച്ച് മോളിക്യൂൾ CH3COOH ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഡിസോസിയേഷൻ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസോസിയേഷൻ നടക്കില്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ കേസിൽ. ഏത്? ഈ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ്സുകളുടെ കേസിൽ. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ എടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരുന്നെങ്കിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ എടുത്ത് അതിനെ സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡിസോൾവ് അതിന്റെ ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ ആ സൊല്യൂഷനിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? H പ്ലസും Cl മൈനസ് അയോൺസും മാത്രമേ ഉണ്ടാവുള്ളൂ. HCl എന്ന് പറയുന്ന മോളിക്കൂൾ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആയിരിക്കും. നേരെ മറിച്ച് അസറ്റിക് ആസിഡ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3CO മൈനസ് അയോൺസ് ഉണ്ടാവും, H പ്ലസ് അയോൺസ് ഉണ്ടാവും, കുറച്ച് മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യാതെ CH3COOH ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു പാർഷ്യൽ ഡിസോസിയേഷൻ മാത്രമേ ഈ വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ കേസിൽ നടക്കുന്നുള്ളൂ. അങ്ങനെ വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്ക് എക്സാമ്പിൾ ആണ് വീക്ക് ആസിഡ്സ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് തുടങ്ങിയ ആൾക്കാര്, വീക്ക് ബേസസ് ആയിട്ടുള്ള അമോണിയ, പിരിഡിൻ തുടങ്ങിയ ആൾക്കാര്, ദെൻ സം സാൾട്ട്, സിങ്ക് ഹൈഡ്രോക്സൈഡ് പോലുള്ള സാൾട്ടുകളൊക്കെ വീക്ക് ഇലക്ട്രോലൈറ്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, സോ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താണെന്നുള്ളത്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു. 100% ഡിസോസിയേഷൻ ആണെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, പാർഷ്യൽ ഡിസോസിയേഷൻ ആണെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ്. രണ്ടിന്റെയും എക്സാമ്പിളുകൾ, വീക്ക് ആസിഡ് ഏതാണ്, സ്ട്രോങ് ആസിഡ് ഏതാണ്, വീക്ക് ബേസ് ഏതാണ്, സ്ട്രോങ് ബേസ് ഏതാണ്, വീക്ക് സാൾട്ട് ഏതാണ്, സ്ട്രോങ് സാൾട്ട് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി, എക്സാമ്പിളൊക്കെ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിനെയും നമ്മൾ ഡൈല്യൂഷൻ നടത്താൻ പോവുകയാണ്. ആ ഡൈല്യൂഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണ്. അങ്ങനെ കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പം ഇവരുടെ കണ്ടക്ടൻസിന് എന്ത് സംഭവിക്കുന്നു? ഇവരുടെ സ്പെസിഫിക് കണ്ടക്ടൻസിന് എന്ത് സംഭവിക്കുന്നു? ഇവരുടെ ഇക്വലന്റ് കണ്ടക്ടൻസിന് എന്ത് സംഭവിക്കുന്നു? ഇവരുടെ മോളാർ കണ്ടക്ടൻസിന് എന്ത് സംഭവിക്കുന്നു? ഇത്രയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്ക് നോക്കാം. ഓക്കെ, സോ കണ്ടക്ടൻസ് ആൻഡ് ഡൈല്യൂഷൻ. കണ്ടക്ടൻസിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു കണ്ടക്ടൻസ്? കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്, അല്ലെ? 1/r ആണ്. കണ്ടക്ടൻസ് G = 1/r ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി ഇൻറ്റു A/L ഇതൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഈസിനെസ്, അല്ലെ? റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. എത്ര ഈസി ആയിട്ട് ആ സബ്സ്റ്റൻസ് ഒരു ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്, ആണല്ലോ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എടുക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ സപ്പോസ് NaCl എടുക്കുകയാണ്, സോഡിയം ക്ലോറൈഡ് ആണ് നമ്മളുടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. എന്ത് സംഭവിക്കും? Na പ്ലസും Cl മൈനസ് അയോൺസും ആയിട്ടായിരിക്കും അത് സൊല്യൂഷനിൽ ഉണ്ടാവുക, അല്ലെ? സൊല്യൂഷനിൽ Na പ്ലസും Cl മൈനസ് അയോൺസും ആയിട്ടായിരിക്കും ഉണ്ടാവുക. 100%, അല്ലെ? ഫുൾ ആയിട്ട് എന്ത് ചെയ്യും? ഫുൾ ഡിസോസിയേഷൻ ആയിരിക്കും നടക്കുക. പാർഷ്യൽ അല്ല, ഫുൾ ആയിട്ടുള്ള ഒരു ഡിസോസിയേഷൻ ആയിരിക്കും അവർക്ക് നടക്കുന്നുണ്ടാവുക, ആണല്ലോ. ഇനി ഞാൻ എന്റെ ബീക്കർ, ഇതാണ് എന്റെ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ, NaCl സൊല്യൂഷൻ ആണിത്. ഓക്കെ, NaCl സൊല്യൂഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ അയോൺസ് എന്തായിട്ടാണ്? Na പ്ലസും Cl മൈനസ് അയോൺസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരാള് പോലും എന്തായിട്ട് ഉണ്ടാവില്ല? NaCl ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോൾവെന്റ് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, സോൾവെന്റ് ആഡ് ചെയ്യുന്നു. സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സോൾവെന്റ് വോളിയം കൂടും, അല്ലെ? സൊല്യൂഷന്റെ മൊത്തം വോളിയം കൂടും. Na പ്ലസും Cl മൈനസ് അയോൺസും ഇവിടെ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫുൾ ഡിസോസിയേഷൻ നടന്നുകൊണ്ട് തന്നെ ഡ്യൂറിങ് ഡൈല്യൂഷൻ, നമ്മൾ ഡൈല്യൂഷൻ നടത്തുമ്പോൾ ഡ്യൂറിങ് ഡൈല്യൂഷൻ നമ്മൾ ഫുൾ ഡിസോസിയേഷൻ ഓൾറെഡി നടന്നിട്ടുണ്ട്, അല്ലെ? ഈ ഒരു ആദ്യം നമ്മൾ ഡൈല്യൂഷൻ നടത്തുന്നതിനെക്കാട്ടും മുന്നേ ഉള്ള ഈ ഒരു ബീക്കറിൽ ഓൾറെഡി അയോൺസുകൾ എന്തായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? സോഡിയം ക്ലോറിന്റെ അയോണുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരാൾ പോലും NaCl ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഇതിന്റെ അകത്ത് കുറച്ച് സോൾവെന്റ് ഒഴിച്ചു എന്ന് വിചാരിച്ചിട്ട്
നമ്പർ ഓഫ് അയോൺസിൽ എന്തെങ്കിലും വ്യത്യാസം ഇനി വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഓൾറെഡി നമ്മൾ എടുത്തിരിക്കുന്ന സോഡിയം ക്ലോറൈഡ് ആ ഒരു സൊല്യൂഷനിൽ സോഡിയം പ്ലസും ക്ലോറിൻ മൈനസും ആയിട്ടാണ് അയോൺസുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോൾവെന്റ് ആഡ് ചെയ്തു എന്ന് കരുതി ഇവിടെ ഉണ്ടാകുന്ന സോഡിയം പ്ലസിന്റെയും സി എൽ മൈനസിന്റെയും കോൺസെൻട്രേഷൻ ഇനി ഒന്നും സംഭവിക്കുന്നില്ല. ഫുള്ളി ഡിസോസിയേറ്റഡ് കണ്ടീഷനിലാണ് ഫസ്റ്റ് തന്നെ ഉള്ളത്. അപ്പൊ ഡൈല്യൂഷൻ നടത്തി എന്ന് കരുതി നോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് അയോൺസ് അല്ലെ, നോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് അയോൺസ്. നമ്പർ ഓഫ് അയോൺസിൽ വലിയ ചേഞ്ച് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന്. പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട്? വോളിയം ഓഫ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻക്രീസസ്. സൊല്യൂഷന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊരു ബീക്കറിൽ ഇത്രയും സൊല്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതിലാണ് എന്റെ Na+ സി എൽ മൈനസ് അയോൺസും ഉണ്ടായിരിക്കും. ഒരു Na+ സി എൽ മൈനസ് അയോൺസും ഒന്നല്ല, ഒരുപാട് Na+, ഒരുപാട് സി എൽ മൈനസ് അയോൺസും അവിടെ ഉണ്ട്. ഡയല്യൂഷൻ നടത്തിയപ്പോ എനിക്ക് കുറച്ചും കൂടെ വോളിയം കിട്ടി അല്ലെ. ഇവിടെ ഉണ്ടായിരുന്ന Na+, ഇവിടെ ആയിരിക്കും സി എൽ മൈനസ്. ആ അയോണുകൾ തമ്മിൽ എന്ത് വന്നു? കുറച്ച് അവർക്കൊരു മൂവ്മെന്റ് കൂടി അല്ലെ, അവർക്ക് മൂവ് ചെയ്യാനുള്ള സ്ഥലം, സ്പേസ് കൂടി അല്ലെ. മനസ്സിലായില്ലേ? അപ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഫുള്ളി ഡിസോസിയേഷൻ ആയിരിക്കും ഓൾറെഡി ഉണ്ടാവുക. നമ്മൾ സോൾവെന്റ് ആഡ് ചെയ്തു എന്ന് കരുതിയിട്ട് നമ്പർ ഓഫ് അയോൺസിൽ ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. സൊല്യൂഷന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മൂവ്മെന്റ് ഓഫ് അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ്മെന്റ് ഓഫ് അയോൺസ് ഇൻക്രീസസ് അല്ലെ. അയോൺസിന്റെ മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അയോൺസിന്റെ മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ അയോൺസ്. അവർക്ക് നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ളൊരു അവസരം അവിടെ കിട്ടി നമ്മൾ ഡയല്യൂഷൻ നടക്കുമ്പോൾ. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എന്തായി? കണ്ടക്ടൻസ് ഇൻക്രീസസ് അല്ലെ. സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസില് കണ്ടക്ടൻസ് എന്ത് ചെയ്യാണ്? കണ്ടക്ടൻസ് ഇൻക്രീസസ് വിത്ത് ഡയല്യൂഷൻ. മനസ്സിലായില്ലേ? കണ്ടക്ടൻസ് ഇൻക്രീസസ് വിത്ത് ഡയല്യൂഷൻ. ഡയല്യൂഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആരുടെ കേസില്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിലേക്ക് വരാം. സപ്പോസ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ഇവർക്ക് എന്താണ്? പാർഷ്യൽ ഡിസോസിയേഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇവർക്ക് പാർഷ്യൽ ഡിസോസിയേഷൻ ആണല്ലോ. ഓക്കെ. ഇനി ഇവർക്ക് പാർഷ്യൽ ഡിസോസിയേഷൻ ആയതുകൊണ്ട് തന്നെ സപ്പോസ് CH3COOH ആണ് എന്റെ ഇലക്ട്രോലൈറ്റ്. ഇവർ ഡിസോസിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? CH3COO മൈനസും H+ ആയിട്ടായിരിക്കും ഡിസോസിയേറ്റ് ചെയ്യുക. ഓക്കെ. ഇനി എന്റെ ബീക്കറിൽ ആരുണ്ട്? ഞാന് ഈ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ സൊല്യൂഷൻ ആണെന്ന് ഇരിക്കുക. ഇവിടെ ആരൊക്കെ ഉണ്ടാവും? CH3COO മൈനസ് ഉണ്ടാവും, H+ ഉണ്ടാവും, CH3COOH കൂടി ഉണ്ടാവും അവിടെ അല്ലെ. പാർഷ്യൽ ഡിസോസിയേഷൻ ആണ്. എല്ലാ മോളിക്കൂളും എന്തായിട്ടുണ്ടാവില്ല? ഡിസോസിയേഷൻ നടന്നിട്ടില്ല. കുറച്ച് മോളിക്കൂൾ മാത്രമേ ഡിസോസിയേഷൻ നടന്നിട്ടുണ്ടാവും. ഈ ഒരു ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? സോൾവെന്റ് ആഡ് ചെയ്യുകയാണ്. ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ ഡയല്യൂഷൻ നടത്തുകയാണ്. അതായത് ഞാൻ സോൾവെന്റ് ആഡ് ചെയ്യുകയാണ്. സോൾവെന്റ് ആഡ് ചെയ്യുകയും സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? വോളിയം കൂടും അല്ലെ. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? വോളിയം കൂടും. ഡ്യൂറിങ് ഡയല്യൂഷൻ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും? ഡ്യൂറിങ് ഡയല്യൂഷൻ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഓൾറെഡി പാർഷ്യൽ ഡിസോസിയേഷൻ ആണ് നടന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ, ഫസ്റ്റ് ബീക്കറിൽ വീക്ക് ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റിനെ എടുത്ത് ഞാൻ വീക്ക് ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കിയപ്പം CH3COO മൈനസും H+ അയോൺസും CH3COH മോളിക്യൂളും അവിടെ ഉണ്ടാവും. സോൾവെന്റ് ആഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഡിസോസിയേറ്റ് ചെയ്ത് കിടക്കാത്ത കുറച്ച് ആൾക്കാരും കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? നമ്പർ ഓഫ് അയോൺസ് എന്തായി? നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസസ് അല്ലെ. അയോൺസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ഇവരുടെ കേസില്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമ്പർ ഓഫ് അയോൺസിന് ഒരു ചേഞ്ചും വരുന്നില്ല. കാരണം ഓൾറെഡി അവർ അയോൺ ആയിട്ട് തന്നെ കിടക്കുന്നത്. ഇനി ഡിസോസിയേറ്റ് ചെയ്യാൻ വേറെ മോളിക്യൂൾ ഒന്നും ആ സൊല്യൂഷനിൽ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മോളിക്യൂളോട് വീണ്ടും അവിടെ കിടപ്പുണ്ട്. സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് കുറച്ച് മോളിക്യൂളും കൂടി എന്ത് ചെയ്യും? കംപ്ലീറ്റ് മോളിക്യൂൾ ഇവിടെ പിന്നെ മൊത്തം ഡിസോസിയേറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല.
കുറച്ച് CH3COH കൂടെ ഡിസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. എല്ലാ CH3 നമ്മളിപ്പോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ പറഞ്ഞ പോലെ വീക്ക് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ എത്ര ഡൈല്യൂട്ട് ചെയ്താലും ഫുള്ളി ഡിസോസിയേഷൻ അവർക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എടുത്ത് കൊടുത്താലും അവർക്ക് ഫുള്ളി ഡിസോസിയേഷൻ നടക്കില്ല വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്. മനസ്സിലായില്ലേ? സോ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമ്മൾ സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസസ്. നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആരാ? വോളിയം ഇൻക്രീസസ് അല്ലെ? സൊല്യൂഷൻ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷൻ വോളിയം ഇൻക്രീസസ്. സൊല്യൂഷൻ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ്മെന്റ് ഓഫ് അയോൺസും എന്തായി തുടങ്ങും? മൂവ്മെന്റ് ഓഫ് അയോൺസും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ്മെന്റ് ഓഫ് അയോൺസും അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിന് ഡൈല്യൂഷൻ നടക്കുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സൊല്യൂഷന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അയോൺസിന്റെ മൂവ്മെന്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതുകൊണ്ട് എന്ത് തന്നെയായിരിക്കും? കണ്ടക്ടൻസ് ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ. ഡൈല്യൂഷൻ നടക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രൊണൗൺസ്ഡ് ഇഫക്റ്റ് ഇവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആരെ അപേക്ഷിച്ച്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ അപേക്ഷിച്ച്. ഡയല്യൂഷൻ നടക്കുമ്പം കണ്ടക്ടൻസിൽ ഒരു പ്രൊണൗൺസ്ഡ് വേരിയേഷൻ, സ്പെസിഫിക് നല്ലൊരു സിഗ്നിഫിക്കന്റ് വേരിയേഷൻ ആർക്ക് കാണാൻ വേണ്ടി സാധിക്കും? ഈ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന് കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് നമ്പർ ഓഫ് അയോൺസ്, വോളിയം, മൂവ്മെന്റും മൂന്നും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മറ്റവർക്ക് ആകപ്പാടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, മൂവ്മെന്റ് മാത്രം ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? അതാണ് കണ്ടക്ടൻസും ഡയലൂഷനും തമ്മിലുള്ള ബന്ധം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും. ഇനി സ്പെസിഫിക് കണ്ടക്ടൻസും ഡയലൂഷനും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു സ്പെസിഫിക് കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? G = കാപ്പ × A/L ആയിരുന്നു അല്ലെ? ഇതിൽ കാപ്പ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് ഈ ഒരു കാപ്പേനെയാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 cm², ലെങ്ത് 1 cm ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ കണ്ടക്ടൻസിനെ ആയിരുന്നു നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. സോ ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇത്രയും വലിയൊരു സൊല്യൂഷൻ ആണെങ്കിൽ ഈ ഒരു സൊല്യൂഷനിലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒരു സ്പെസിഫിക് ഏരിയയിൽ ഉണ്ടാവുന്ന കണ്ടക്ടൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പം മെറ്റീരിയൽ എടുക്കുമ്പോൾ നമുക്ക് പറയാം, ഒരു മെറ്റീരിയലിന്റെ 1 cm² ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും 1 cm ലെങ്ത് ഉള്ള ഒരു മെറ്റീരിയലിന്റെ കണ്ടക്ടൻസിനെയായിരുന്നു നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വരുമ്പോൾ എന്ത് സംഭവിച്ചു? സൊല്യൂഷൻ വരുമ്പോൾ നമുക്ക് ഒരു ലെങ്ത് ഏരിയ ക്രോസ് സെക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു സ്പെസിഫിക് ഏരിയ, ഒരു വലിയ എൻറ്റയർ സിസ്റ്റത്തിന്റെ അകത്തൊരു യൂണിറ്റ് ഏരിയ വരുന്ന ഒരു സ്പെസിഫിക് ഏരിയനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓൾറെഡി നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആണ് അല്ലെ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് Na+ഉം Cl- അയോൺസും ഉണ്ടാവും. ഓക്കെ, ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ Na+ഉം Cl- അയോൺസും കുറച്ചുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സോൾവെന്റ് ആഡ് ചെയ്യുകയാണ് അല്ലെ? സോൾവെന്റ് ആഡ് ചെയ്യാണ്, ഡയലൂഷൻ നടത്തുകയാണ്. ഡ്യൂറിങ് ഡയലൂഷൻ എന്ത് സംഭവിക്കുന്നുണ്ടാവില്ല? ഡ്യൂറിങ് ഡയലൂഷൻ എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഒന്നാലോചിച്ച് നോക്കിയേ. ഓൾറെഡി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫുൾ ഡിസോസിയേഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക അല്ലെ? ഫുൾ ഡിസോസിയേഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. ഡയലൂഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് വോളിയം എന്ത് ചെയ്യും? സൊല്യൂഷന്റെ വോളിയം എന്ത് ചെയ്യാൻ തുടങ്ങും? സൊല്യൂഷൻ വോളിയം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സൊല്യൂഷന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കി. Na+ഉം Cl- അയോൺസ് ഒരു സ്പെസിഫിക് എൻറ്റയർ സൊല്യൂഷൻ എടുക്കുകയാണ്. അതിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ കുറച്ച് Na+, Cl- അയോൺസ് ഉണ്ട്. നമ്മൾ സോൾവെന്റ് ആഡ് ചെയ്യാണ്. ഇവിടെയൊക്കെ Na+ഉം Cl- ഒക്കെ ഉണ്ട്. നമ്മളൊരു സ്പെസിഫിക് ഏരിയ എന്ന് പറയാൻ കാരണം നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു എൻറ്റയർ ഏരിയനകത്ത് ഈ ഒരു ഏരിയയിൽ Na+ഉം Cl- അയോൺസും ഉണ്ട്. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും
number of ions in that specific area എന്ത് ചെയ്യാൻ തുടങ്ങും? സ്പെസിഫിക് ഏരിയ ഡിക്രീസസ് അല്ലേ? സ്പെസിഫിക് ഏരിയയിലുള്ള നമ്പർ ഓഫ് അയോൺസ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. കാരണം ഓൾറെഡി Na+Cl- കംപ്ലീറ്റ് അയണൈസേഷൻ ഡിസോസിയേഷൻ നടന്നിട്ടായിരിക്കും ഉണ്ടാവുക. Na+Cl- അയോൺസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിലേക്ക് സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ഏരിയയിൽ കുറച്ച് Na+Cl- അയോൺസ് ഓൾറെഡി ഉണ്ടായിരുന്നു. സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആ സ്പെസിഫിക് ഏരിയയിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് അയോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങി? കുറയാൻ തുടങ്ങി അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഒരു കേസിൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്തു? കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഡയല്യൂഷൻ. ഡയല്യൂഷൻ നടന്നപ്പോൾ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കുറഞ്ഞു പോയി. ആർക്ക്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ. മനസ്സിലായോ? ഭയങ്കര കുറവെന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് ഇവിടെയും സാധിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? വോളിയം കൂടി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് മൂവ്മെന്റ് കൂടും. നമ്പർ ഓഫ് അയോൺസിന്റെ മൂവ്മെന്റ് കൂടാനുള്ള ചാൻസും കൂടി ഉണ്ട് അല്ലെ? അയോൺസിന്റെ മൂവ്മെന്റ് കൂടുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എങ്കിലൊരു ചെറിയ കുറവ് അവിടെ സംഭവിക്കും. കാരണം എന്താണ്? ആ സ്പെസിഫിക് ഏരിയയിൽ ഉണ്ടാവുന്ന കണ്ടക്ടൻസ് നമ്പർ ഓഫ് അയോൺസിന്റെ എണ്ണം കുറഞ്ഞു പോയി അല്ലെ? അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. വീക്ക് ഇലക്ട്രോലൈറ്റിനെ എടുത്ത് നോക്ക്. വീക്ക് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എടുക്കുകയാണ്. ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള അതിന് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ ആരൊക്കെ ഉണ്ട് എന്നറിയോ? CH3COO- അയോൺസ് ഉണ്ടാവും ആ ഏരിയയിൽ. H+ അയോൺസ് ഉണ്ടാവും. CH3COOH കൂടെ അവിടെ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഡ്യൂറിങ് ഡയലൂഷൻ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഡ്യൂറിങ് ഡയലൂഷൻ വോളിയം എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസസ്. സ്വാഭാവികമായിട്ട് സോൾവെന്റ് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാല് സോഡിയം ക്ലോറൈഡിനെ കലക്കിന്റെ അകത്തേക്ക് വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ സോൾവെന്റ് സൊല്യൂഷന്റെ വോളിയം എന്തായാലും കൂടൂലേ? അപ്പം വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസോസിയേഷൻ ഓഫ് അല്ലെ? ഡിസോസിയേഷൻ നടക്കുന്നുണ്ട്. സൊല്യൂട്ട് ഡിസോസിയേഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലെ? കുറച്ച് മോളിക്യൂളും കൂടെ CH3COH ആയിട്ട് അവിടെ ഉണ്ട്. നമ്മൾ സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ അകത്തുള്ള കുറച്ച് CH3COH കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ ആ ഒരു പർട്ടിക്കുലർ ഏരിയയില് വോളിയം കൂടുന്നത് കാരണവും ആ പർട്ടിക്കുലർ ഏരിയയിൽ ഡിസോസിയേഷൻ സൊല്യൂട്ട് നടക്കുന്നത് കാരണവും ഭയങ്കരമായിട്ട് നമ്പർ ഓഫ് അയോൺസ് കുറയും എന്ന് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി ഇനി സാധിക്കുമോ? ഇല്ല. വോളിയം കൂടുന്നുണ്ട്, കൂടാണ്ട് ഡിസോസിയേഷൻ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള നമ്പർ ഓഫ് അയോൺസിന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്നാലും എന്താണ്, ആ ഒരു വോളിയം കൂടുന്നതിന്റെ ഫലമായിട്ട് കണ്ടക്ടിവിറ്റി എന്ത് തന്നെയാണ് ചെയ്യുന്നത്? കണ്ടക്ടിവിറ്റി ഡിക്രീസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കണ്ടക്ടിവിറ്റി ഡിക്രീസ് തന്നെയാണ് ഇവിടെയും നടക്കുക. പക്ഷെങ്കില് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ അപേക്ഷിച്ച് ഭയങ്കരമായൊരു ഡിക്രീസ് ഒന്നും ആർക്കുണ്ടാവില്ല? വീക്ക് ഇലക്ട്രോലൈറ്റിന് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? വോളിയം കൂടുന്നത് മാത്രമല്ല, ഡിസോസിയേഷനും കൂടെ നടക്കുന്നുണ്ട്. ഡിസോസിയേഷൻ നടക്കുമ്പോൾ നമ്പർ ഓഫ് അയോൺസിനെ ഒരു ഓപ്പോസിറ്റ് ഇഫക്റ്റ് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. വോളിയം ഒരു ഭാഗത്തുനിന്ന് കൂടുന്നു, മറ്റേ ഭാഗത്ത് ഡിസോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? രണ്ടും കൂടെ ഒരു ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസ്ഥ. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി കുറെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനേക്കാൾ കുറവൊന്നും അവിടെ സംഭവിക്കുന്നില്ല. സ്ലൈറ്റ്ലി ഡിക്രീസ് മാത്രം. കണ്ടക്ടിവിറ്റി സ്ലൈറ്റ്ലി എന്ന് വേണം നമുക്ക് പറയാം. ഇവരുടെ കേസിൽ സ്ലൈറ്റ് ഡിക്രീസ് ആണ് ആരുടെ കേസിൽ നടക്കുക? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നടക്കുക. ഇതാണ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസും ഡയലൂഷനും തമ്മിലുള്ള ബന്ധം. ഏതിന്റെ കേസിൽ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും. ഓക്കെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ടും കണ്ടക്ടൻസ് എന്താണ്, സ്പെസിഫിക് കണ്ടക്ടൻസ് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്, മോളാർ കണ്ടക്ടൻസ് എന്താണ്, ഇക്വലന്റ് കണ്ടക്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളും കണ്ടക്ടൻസിന്റെയും സ്പെസിഫിക് കണ്ടക്ടൻസിന്റെയും വേരിയേഷൻ ഡയലൂഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് എങ്ങനെയാണ് അത് വേരി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഈ ഒരു മോളാർ കണ്ടക്ടൻസും ഇക്വലന്റ് കണ്ടക്ടൻസിന്റെയും വേരിയേഷൻ ആണ്. ഡയലൂഷൻ നടക്കുന്നതിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, അത് കുറച്ച് നമ്മളിപ്പം കോൾറാഷസ് ലോ പോലെയും ഒരു ഗ്രാഫ് പോലെയൊക്കെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സോ ആ ഒരു വേരിയേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.
നമ്മളിപ്പോൾ പഠിച്ച കണ്ടക്ടൻസിന്റെ വേരിയേഷനും സ്പെസിഫിക് കണ്ടക്ടൻസിന്റെ വേരിയേഷൻ, മെയിൻ ആയിട്ട് സ്പെസിഫിക് കണ്ടക്ടൻസിന്റെ വേരിയേഷൻ നല്ല രീതിയിൽ നോക്കി വെക്കുക. അത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മോളാർ കണ്ടക്ടൻസും ഇക്വലന്റ് കണ്ടക്ടൻസും എങ്ങനെയാണ് വേരി ചെയ്യുക, ഡയല്യൂഷൻ നടക്കുമ്പോൾ വേരി ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാനുള്ളത്. സോ നമ്മളിപ്പോ കഴിഞ്ഞ ഒരു ഇത് വെച്ചിട്ട് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് ബേസ് ചെയ്തിട്ടുള്ള CSIRന്റെ 2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് പഠിച്ചിട്ട് പോകണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് CSIRന് വന്നു കണ്ടിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന്. ഇത് വളരെ നമുക്കൊരു എന്താ പറയാ, ആ ഒരു ഇക്വേഷൻ കൺസെപ്റ്റ് അറിയുന്ന ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. സോ CSIRന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് ദ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് 0.2 ohm inverse centimeter inverse and cell constant is 0.25 centimeter inverse, the conductance of the solution is option A 1.25 ohm inverse, option B 1 ohm inverse, option C 0.80 ohm inverse and option D 2 ohm inverse. സോ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തരികയാണെങ്കിൽ ആദ്യം ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മളൊന്ന് എടുത്തെഴുതി നോക്കാം. ഓക്കെ, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ എക്സാമിന്റെ ടൈമിൽ അങ്ങനെ ഭയങ്കര ഇതാകാൻ ഒന്നും പോകാൻ പാടില്ല. സമയം വളരെ ഇതായിരിക്കും. നമ്മൾ ഇത് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സ്പെസിഫിക് കണ്ടക്ടൻസ്, ഒരു ഇലക്ട്രോലൈറ്റിന്റെ സൊല്യൂഷന്റെ സ്പെസിഫിക് കണ്ടക്ടൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ നമ്മളുടെ കണ്ടക്ടിവിറ്റി എന്നും കൂടി ഇതിനെ പറയാം. കണ്ടക്ടിവിറ്റി എന്നും കൂടെ നമുക്ക് പറയാം. കണ്ടക്ടിവിറ്റി എന്താണ് തന്നിരിക്കുന്നത്? 0.2 ohm inverse centimeter inverse ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ഗിവൺ സെൽ കോൺസ്റ്റന്റ്. നമുക്ക് തന്നിരിക്കുന്നത് സെൽ കോൺസ്റ്റന്റ് ആണ്. എന്തിന്റെ കോൺസ്റ്റന്റ്? എത്രയാണ് തന്നിരിക്കുന്നത്? നമ്മൾ കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്ന കണ്ടക്ടൻസ് സെല്ലിന്റെ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 0.25 സെന്റിമീറ്റർ ഇൻവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കണ്ടക്ടൻസ് G ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അല്ലെ. കണ്ടക്ടൻസ് G ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എന്നാലോചിച്ച് നോക്കൂ. രണ്ടും യൂണിറ്റുകളൊക്കെ സെന്റിമീറ്ററിൽ തന്നെയാണ് തന്നിരിക്കുന്നത്, 1 മീറ്ററിലും. അതൊക്കെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം കേട്ടോ. CSIRന്റെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എന്താണ് IIT ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ തന്നിരിക്കുന്നതെല്ലാം നമുക്ക് സെയിം യൂണിറ്റുകളിൽ തന്നെയാണ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം യൂണിറ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ ഇടുന്നത് നമ്മൾ കാൽക്കുലേഷൻസ് മുഴുവനും തെറ്റും. സോ കണ്ടക്ടൻസ് നമുക്കറിയാം G ഈസ് ഈക്വൽ ടു എന്താണ്? സ്പെസിഫിക് കണ്ടക്ടൻസ് K ഇൻറ്റു A/L ആണ്. ഓക്കെ, സോ എന്താണ് ഈ സെൽ കോൺസ്റ്റന്റ് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് എന്ത്? സെൽ കോൺസ്റ്റന്റ് ആണ് L/A. നമ്മൾ റെസിസ്റ്റൻസിന്റെ അകത്ത് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A എന്ന് പറഞ്ഞിട്ടില്ലേ? ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അല്ലെ. ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നില്ലേ? നമ്മളിപ്പോ ഒരു കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നത് ഒരു കണ്ടക്ടിവിറ്റി സെല്ലിലായിരിക്കും. ആ സെല്ലിന്റെ ഇലക്ട്രോഡുകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഒരു ഇലക്ട്രോഡിന് ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസിനും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഉള്ളിലുള്ളതിന്റെയാണ് കണ്ടക്ടൻസ് ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. ഒരു കണ്ടക്ടിവിറ്റി സെല്ലിലാണ് നമ്മൾ കണ്ടക്ടൻസ് മെഷർ ചെയ്യുക. അപ്പൊ നമ്മൾ എടുക്കുന്ന കണ്ടക്ടിവിറ്റി സെല്ലിന് ഒരു സെൽ കോൺസ്റ്റന്റ് ഉണ്ടാകും. ഈ L/A എന്ന് പറയുന്ന ടേം ആണ് എന്ത്? സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ സെൽ കോൺസ്റ്റന്റ് ആണ് എന്ത്? L/A. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എന്താണ് ഈ സെൽ കോൺസ്റ്റന്റ് എന്നുള്ള ഐഡിയ ഇല്ലാണ്ടായി പോകുമ്പോൾ നമ്മൾ പഠിച്ചതിന്റെ താകപ്പടെ L/A ഒക്കെ പഠിച്ചുള്ളൂ, അത് തന്നില്ലല്ലോ എന്നുള്ളത് കൺഫ്യൂഷനിലേക്ക് പോവരുത്. അതുകൊണ്ടാണ് സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? L/A. ഓക്കെ, സെൽ കോൺസ്റ്റന്റ് ആണ് എന്ത്? ലെങ്ത് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടിവിറ്റി സെൽ. അത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സ്പെസിഫിക് കണ്ടക്ടൻസിനെ നമുക്കിപ്പോ ഇവിടെ കാപ്പ എന്താ വരും? സ്പെസിഫിക് കണ്ടക്ടൻസ് കാപ്പ ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു L/A എന്ന് എഴുതിക്കൂടെ? അതായത് കണ്ടക്ടൻസ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് കണ്ടക്ടൻസ് ഇൻറ്റു A/L ആണ്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു L/A. അതായത് ഒരു ഇക്വേഷൻ കൂടെ നിങ്ങൾ നോക്കി വെക്കുക, ഓർത്തിരിക്കുക. എന്താണ്? സ്പെസിഫിക് കണ്ടക്ടൻസ്
സ്പെസിഫിക് കണ്ടക്ടൻസ് ഈക്വൽ ടു എന്താണ്? കണ്ടക്ടൻസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് ആണ്. ആ ഒരു ഇക്വേഷന് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സ്പെസിഫിക് കണ്ടക്ടൻസ് തന്നിട്ടുണ്ട്, നമുക്ക് സ്പെസിഫിക് കണ്ടക്ടൻസ് തന്നിട്ടുണ്ട്, സെൽ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. പിന്നെ സിമ്പിൾ അല്ലേ? കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്തായി? അപ്പൊ കണ്ടക്ടൻസ് എന്തായിരിക്കും? കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ടൻസ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? സ്പെസിഫിക് കണ്ടക്ടൻസ് ഡിവൈഡഡ് ബൈ എന്ത് വന്നു? സെൽ കോൺസ്റ്റന്റ് അല്ലേ? സെൽ കോൺസ്റ്റന്റ്. സോ സ്പെസിഫിക് കണ്ടക്ടൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 0.2 ഓം ഇൻവേഴ്സ് 0.2 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ സെൽ കോൺസ്റ്റന്റ് എത്ര തന്നിരിക്കുന്നത്? 0.25 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പം സെന്റിമീറ്റർ ഇൻവേഴ്സും പോയി. 0.2 ഓം ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 0.25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.80 ഓം ഇൻവേഴ്സ് ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സിംപിളി നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നത് ഒരു കണ്ടക്ടിവിറ്റി സെൽ യൂസ് ചെയ്തിട്ടായിരിക്കും. ആ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആണ് നമ്മൾ L/A വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ സെല്ലിന്റെ കോൺസ്റ്റന്റ് എന്ന് പറയും. ആ സെൽ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നതാണ് L/A. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സ്പെസിഫിക് കണ്ടക്ടൻസ് ആയിട്ടുള്ള കാപ്പ തന്നിട്ടുണ്ട്, സെൽ കോൺസ്റ്റന്റ് L/A നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ ഓർക്കി വെക്കുക. സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടൻസ് ഈക്വൽ ടു എന്ത് വരും? സ്പെസിഫിക് കണ്ടക്ടൻസ് ഡിവൈഡഡ് ബൈ സെൽ കോൺസ്റ്റന്റ് വരും. സ്പെസിഫിക് കണ്ടക്ടൻസ് നമുക്ക് 0.2 ആണ്, സെൽ കോൺസ്റ്റന്റ് 0.25 ആണ്. ആൻസർ 0.80 ഓം ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത് CSIR വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, ഇതും CSIR വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. സെയിം ഇത് തന്നെ അല്ലെ? ഇഫ് ദ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് 0.176 ohm inverse centimeter inverse. If the cell constant is 0.255 centimeter inverse, the conductance of the solution is. ഇവിടെ നമുക്ക് കാപ്പ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ കാപ്പ വാല്യൂ തന്നിരിക്കുന്നത്? 0.176 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. L/A സെൽ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.255 സെന്റിമീറ്റർ ഇൻവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് കണ്ടക്ടൻസ് G ആണ്. G ഈസ് ഈക്വൽ ടു എന്ത് വരും? സ്പെസിഫിക് കണ്ടക്ടൻസ് ഡിവൈഡഡ് ബൈ സെൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0.176 ഡിവൈഡഡ് ബൈ 0.255 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.690 ഓം ഇൻവേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക ആൻസർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് കാൽക്കുലേഷൻ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ടും വന്ന് കാണാറുള്ളത്. അതുപോലെ വന്ന് കണ്ടിട്ട് CSIR എന്നല്ല, IIT JAM 2019 ആണെന്ന് തോന്നുന്നു വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ്, മോളാർ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. സോ ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണ്, മോളാർ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ബാക്കിയുള്ള കണ്ടക്ടൻസുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി വെക്കുക. സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തിനെ കുറിച്ചായിരുന്നു? നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു പലതരത്തിലുള്ള കണ്ടക്ടൻസും ഡയല്യൂഷനും ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ? ഒരു സൊല്യൂഷനിലേക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഒക്കെ സൊല്യൂഷനിലേക്ക് നമ്മൾ സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ അതിന് കണ്ടക്ടൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു മോളാർ അല്ലെങ്കിൽ ഇക്വലന്റ് കണ്ടക്ടൻസിന് എന്താണ്, സ്ട്രോങ് അല്ലെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഡയല്യൂഷൻ നടക്കുമ്പോൾ എന്താണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം
വരുന്നതാണ് നമുക്ക് ഒരു കോൾറാഷ്യസ് ലോ. കോൾറാഷ്യസ് ലോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മോളാർ അല്ലെങ്കിൽ ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ ബേസ് ചെയ്തിട്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ അല്ലെങ്കിൽ ഇക്വലന്റ് കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോൾറാഷ്യസ് ലോ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കോൾറാഷ്യസ് ലോ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇവരുടെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഇക്വലന്റ് കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് കോൾറാഷ്യസ് ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ട് 2022 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.